നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചേനയില്ലാത്ത അവിയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കാണിക്കാം. അതിനു മുമ്പ് വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഹെൽത്തി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവിയലാണ്. ഈ അവിയലിൽ നമ്മൾ ചേന ഉപയോഗിക്കുന്നില്ല. ചേനയ്ക്ക് പകരം ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസിന് പകരം നിങ്ങൾക്ക് പയർ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരിക്കയും എല്ലാം നമ്മൾ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പടവലങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൺകലം വേണമെങ്കിൽ ഉപയോഗിക്കാം. അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്രയാണോ പച്ചക്കറി എടുത്തത് അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് കുതിരാനായി വെക്കാം. നമുക്ക് പച്ചക്കറി വെന്ത് വരുമ്പോൾ അതിലേക്ക് ഈ പുളിവെള്ളം ഒഴിക്കാനുള്ളതാണ്. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പച്ചവെള്ളമായാലും മതി. പച്ചവെള്ളമാകുമ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞെരടി 10 മിനിറ്റ് വെച്ചേക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പച്ചക്കറി വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒഴിക്കത്തുള്ളൂ. എങ്കിലേ ആ പുളി മുഴുവനായിട്ട് ഇറങ്ങുള്ളൂ. അപ്പം പുളി വെള്ളം ഒഴിച്ച് ഞെക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലവിടെ ഇരിക്കട്ടെ. പച്ചക്കറി ഇവിടെ ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ ഒരു സമയം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഒരു തേങ്ങാരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കേണ്ട. നമ്മളൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് പച്ചക്കറി വേവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് ചതച്ചെടുക്കാം. അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് ആവി കയറ്റാം. ഈ സമയം തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇതുപോലെ തന്നെ
ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചേക്കാം. തീ ഓഫാണ്, തീനി ഓൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ അവിയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവിയൽ വെക്കണമെന്നുണ്ടെങ്കിൽ ചേന ഇല്ലെങ്കിലും അതൊരു വിഷയമല്ല, ഉരുളക്കിഴങ്ങ് മതി. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ.